വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു ബിസി ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് ഗൈസ്. ബിക്കോസ് ഇന്ന് എനിക്ക് 2 കൊളാബറേഷൻസ് ആണുള്ളത്. ഇപ്പോൾ നമുക്ക് ടൈം വന്നിട്ട് മോർണിംഗ് 6:30 ആയിട്ടേ ഉള്ളൂ. യെസ് ഗൈസ്, അങ്ങനെ നമ്മൾ സലൂണിലെത്തി. നമ്മുടെ സ്വന്തം കാട്ടാക്കടയിൽ പുതുതായി ഓപ്പൺ ചെയ്ത ബ്യൂട്ടല്ലോ ബ്യൂട്ടി പാർലർ ആണ്. ബ്രൈഡൽ മേക്ക് ഓവർ, പിന്നെ ഫോട്ടോഷൂട്ട് വർക്ക്, എല്ലാ സർവീസും ഓൾ സർവീസസ് ആർ അവൈലബിൾ ഹിയർ. പാർലറിന്റെ ലൊക്കേഷൻ വന്നിട്ട് നിയർ മമൽ ഹോസ്പിറ്റൽ ആണ് കേട്ടോ. ഇന്ന് ട്രഡീഷണൽ പ്ലസ് ഒരു ടെമ്പിൾ ലുക്കാണ് നമ്മൾ ചെയ്യുന്നത്. സുചിത്ര മാം ആണ് മെയിൻ മേക്കപ്പ് ആർട്ടിസ്റ്റ്. നമ്മുടെ ഇന്നത്തെ ഓർണമെന്റ്സ് വന്നിട്ട് പീകോക്ക് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ നിന്നാണ്. ഇപ്പോൾ ടൈം വന്നിട്ട് 7 മണി ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുവാണ് ഗൈസ്. ആക്ച്വലി ഒരു ടെമ്പിൾ ലുക്ക് ഷൂട്ട് ചെയ്യുന്നത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഗൈസ്. മാത്രമല്ല എൻ്റെ ഹെയർ കേൾ ചെയ്തിട്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ. ഷൂട്ടിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ ഞാൻ ഓൾറെഡി ഇൻസ്റ്റയിൽ പോസ്റ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് കാട്ടാക്കടയിലെ രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലോട്ടാണ്. ആക്ച്വലി ഇവിടെ എടുത്തു പറയേണ്ട ഒരു പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ രാജകുമാരിയിലെ കസ്റ്റമറി സർവീസ് തന്നെയാണ്. രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ തന്നെ വർക്ക് ചെയ്യുന്ന നിസാം എന്ന് പറയുന്ന ഒരു ചേട്ടനാണ് എന്നെ കോൺടാക്ട് ചെയ്തത്. ഇന്നത്തെ ഷൂട്ടിന് വേണ്ടി സെലക്ട് ചെയ്തത് ആൻറ്റിക് കളക്ഷൻസ് ആണ്. ലൈറ്റ് വെയ്റ്റ് ഓർണമെന്റ്സ് ആണെങ്കിലും ഡയമണ്ട്സ് ആണെങ്കിലും ആൻറ്റിക് ആണെങ്കിലും ഇവിടെ ഒത്തിരി കളക്ഷൻസ് അവൈലബിൾ ആണ്. ഓർണമെൻറ്റ് സെലക്ഷൻ ആയാലും ഷൂട്ടിൻ്റെ സ്റ്റാർട്ടിങ് ടു എൻഡ് വരെ ഇവിടുത്തെ ടീം വർക്ക് എന്ന് പറയുമ്പോൾ അസാധ്യമായിരുന്നു ഗൈസ്. ഷൂട്ടിൻ്റെ ലൊക്കേഷൻ വന്നിട്ട് ഒരു റിസോർട്ടിൽ വെച്ചായിരുന്നു. ദെൻ നമ്മൾ ഇവിടെ നിന്ന് നേരെ ഷൂട്ടിംഗ് സ്പോട്ടിലോട്ട് പോവുകയാണ്. ലൊക്കേഷൻ വന്നിട്ട് ഞാൻ പറഞ്ഞ പോലെ ഒരു റിസോർട്ടിലായിരുന്നു. അങ്ങനെ ഷൂട്ടൊക്കെ കഴിഞ്ഞു ഗൈസ്, അടിപൊളിയായിരുന്നു. ഇവിടുത്തെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ പോസ്റ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നേരെ ഞാൻ വീട്ടിലെത്തി ഒരു ഉറക്കമൊക്കെ പാസ്സാക്കി നേരെ ട്രിവാൻഡ്രത്തോട്ട് പോവുകയാണ്. ഞാനും ജോയും ആയിട്ടാണ് പോയത്. ഞങ്ങൾ ഒരുമിച്ചാണ് പോയത്. ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. ഇപ്പോൾ ടൈം വന്നിട്ട് 8 മണിയാണ് കേട്ടോ. ട്രിവാൻഡ്രത്ത് എത്തിയാൽ പിന്നെ ആദ്യം ഏത് ഷോപ്പിലാണ് കയറേണ്ടതെന്ന് ഞാൻ കൺഫ്യൂഷനാണ്. ബിക്കോസ് ഷോപ്പിംഗ് ആണല്ലോ ഗൈസ് നമുക്ക് മെയിൻ പരിപാടി. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് പോത്തീസിലാണ്. കുറേ ടൈം ഇങ്ങനെ നോക്കിയ ശേഷം ഞാനൊരു വൈറ്റ് കളർ ഷോർട്ട് ടോപ്പ് ഞാൻ സെലക്ട് ആക്കി. എനിക്കിത് ഇഷ്ടപ്പെട്ടു, അടിപൊളിയല്ലേ. എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു, ഞാനിത് എടുക്കുവാണ് ഗൈസ്. ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തു. ഇനിയാണ് ഗൈസ് മെയിൻ പ്ലേസ്. ആക്ച്വലി ഞാൻ ട്രിവാൻഡ്രത്ത് എത്തിക്കഴിഞ്ഞാൽ ഈ ഷോപ്പ് ഞാൻ ഒഴിവാക്കത്തില്ല. അതായത് പത്മനാഭസ്വാമി ടെമ്പിളിനടുത്തുള്ള പഴയ രാമചന്ദ്രനാണ് കേട്ടോ. നമ്മൾ ഇച്ചിരി നേരം ഇവിടെ സ്പെൻഡ് ആക്കി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല ടോപ്സൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് അഫോർഡബിളും ആണ്. ബട്ട് നല്ലോണം ടൈം എടുത്ത് നോക്കുക കേട്ടോ. നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ആക്ച്വലി ഞാനിപ്പോൾ ടോട്ടലി കൺഫ്യൂഷൻ അടിച്ചിരിക്കുക ഗൈസ്. ബിക്കോസ് എനിക്ക് ഈ യെല്ലോ ടോപ്പ് എടുക്കണമെന്നുണ്ടായിരുന്നു, അതുപോലെ മെറൂൺ എടുക്കണമെന്നുണ്ടായിരുന്നു. അറ്റ് ലാസ്റ്റ് ഞാൻ ഈ 2 ടോപ്പും എടുത്തില്ല ഗൈസ്. ഞാൻ ഈ കാണുന്ന ഗ്രീൻ ടോപ്പ് എടുത്തു. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും എന്നെ പോലെ രാമചന്ദ്രയിൽ സ്ഥിരം കസ്റ്റമർ ആണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. പിന്നെ ഇപ്പം ഞാൻ വന്നത് പോത്തീസിനടുത്ത് തന്നെയുള്ള സ്ട്രീറ്റിൽ ഒരു സ്റ്റോറിൽ നിന്ന് ഞാൻ കുറച്ച് ചപ്പൽസ് മേടിച്ചു. 1-2 ജോഡി ചപ്പൽസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇടുന്ന ഡ്രസ്സിന് മാച്ചായിട്ട് ചപ്പൽസ് യൂസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ ചപ്പൽസ് ഇവിടെ അവൈലബിൾ ആണ്. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ എത്തിയേക്കുന്നത് ട്രിവാൻഡ്രം മാനവീയ വീതിയിലാണ്. ഇവിടുത്തെ നൈറ്റ് ലൈഫൊക്കെ അടിപൊളിയാണ്. നമ്മുടെ ട്രിവാൻഡ്രംകാർക്ക് അറിയാം. ദേ ഇവിടെ നോക്കിയാൽ തന്നെ അറിയാം, കുറച്ച് ചേട്ടന്മാർ ഇവിടെ ഡാൻസ് ചെയ്യുന്നുണ്ട്. ദേ അപ്പുറത്ത് കുറച്ച് ആൾക്കാർ ഇവിടെ റീൽസ് എടുക്കുന്നുണ്ട്. ഇവിടെ ഒരു ഗ്യാങ് നിന്ന് പാട്ട് പാടുന്നുണ്ട്. ട്രിവാൻഡ്രത്തുള്ള എല്ലാ ആൾക്കാരും ഇത് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് തന്നെയാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ജോലിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ സ്ട്രെസ് റിലീഫിന് പറ്റിയൊരു പ്ലേസാണ് ഗൈസ് ഇത്. സോ മാക്സിമം എല്ലാവരും വരെ എക്സ്പീരിയൻസ് ചെയ്യുക.
ദെൻ ഇപ്പം നമ്മൾ എത്തിയേക്കുന്നത് കാസിം സർബത്ത് കുടിക്കാനായിട്ടാണ്. അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണെങ്കിലും ഞാൻ ഫസ്റ്റാണ് ട്രൈ ചെയ്തേക്കണേ. ഗൈസ് നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം. അടിപൊളി ഐറ്റം ആയിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അടുത്ത പ്രോഗ്രാം നമുക്ക് ഫുഡ് കഴിക്കണം ഗൈസ്. സോ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് എത്തി. ഞാനൊരു ഷാർജി ഷവർമയാണ് ഓർഡർ ആക്കിയിരുന്നത്. ജോയുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ പുറത്ത് ഫുഡ് കഴിക്കാൻ പോയാൽ അൽഫാമും പൊറോട്ടയും വിട്ട് പുള്ളി ഒരു പരിപാടിക്ക് നിൽക്കത്തില്ല. യെസ് ഗൈസ്, അറ്റ് ലാസ്റ്റ് നമ്മൾ ഫുഡൊക്കെ അടിച്ച് വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു എൻ്റെ ഇന്നത്തെ ദിവസം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ എന്നാൽ ശരി, ഗുഡ് നൈറ്റ്.